ഹായ് ഫ്രണ്ട്സ്, മേര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ അരച്ച് നെത്തോലി കറി വയ്ക്കുന്നതാണ്. മാങ്ങയും മുളകും ഒക്കെ ഇട്ട് തക്കാളിയൊക്കെ ഇട്ട് തേങ്ങ അരച്ച് വറ്റിച്ച് വയ്ക്കും. അപ്പോൾ അതിലേക്ക് നെത്തോലി ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ വെരതി മാറ്റി വെച്ച് നെത്തോലിക്കകത്ത് വെരതി മാറ്റി വെച്ച്. ഇനി ഒരു മുറി തേങ്ങ, ഒരു വലിയൊരു മുറി തേങ്ങയും ഒരു പിടി ഉള്ളിയും, ചുവന്നുള്ളി. അപ്പോൾ ചുവന്നുള്ളിയും തേങ്ങയും കൂടെ ഞാൻ മിക്സിക്കകത്ത് ഒന്ന് നല്ലതുപോലെ അരയ്ക്കില്ല, ഒരു തരിതരിപ്പോട് കൂടി ഒന്ന് അരച്ചെടുക്കും. അരച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ലേശം കുരുമുളക് പൊടിയും കൂടെ ഞാൻ വെരതി കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചിട്ട് ഈ ചട്ടി അടുപ്പിൽ വെച്ചു, മൺചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് കടുകും ഉലുവയും ഇട്ട് പൊട്ടിച്ച്, എന്നിട്ട് അതിലേക്ക് ഒരു വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 2 ഉള്ളി ചുവന്നുള്ളിയും കൂടെ ചതച്ച് അതിനകത്ത് മൂപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ചട്ടിക്കകത്തോട്ട് ഈ മീനിടുന്നത്. അരപ്പ് വരുതിയ മീനിട്ട് ഒന്ന് ഇളക്കിയിട്ടാണ് ഞാൻ മിക്സിക്കകത്ത് ഞാൻ ഈ തേങ്ങയും ചുവന്നുള്ളിയും കൂടെ ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട്, ഒരു തരിതരിപ്പോടുകൂടി അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കടുക് വറുത്തതിനകത്തോട്ട് ഈ നെത്തോലി ഇട്ടതിന് ശേഷം നെത്തോലി അരപ്പും കൂടെ ചേർത്തത് മിക്സ് ചെയ്തത് അതിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഈ അരപ്പും കൂടി അതിനകത്തോട്ട് തേങ്ങ അരച്ചത് ഞാൻ നല്ലതുപോലെ അരയ്ക്കില്ല, ഒരു തരിതരിപ്പോടുകൂടി അരയ്ക്കണം. അതിനകത്തോട്ട് ഒരു മാങ്ങയും ഒരു തക്കാളിയും കുറച്ച് പച്ചമുളകും, പുളി ചേർക്കൂല, മാങ്ങ ഉള്ളത് കൊണ്ട് പുളി ചേർക്കൂല, പച്ചമുളകും എല്ലാം കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പിട്ട് ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം, ഒന്ന് വറ്റിച്ചെടുക്കാനാണ്. നെത്തോലിക്കും മാങ്ങയ്ക്കൊന്നും വലിയ വേവില്ലല്ലേ. അപ്പം മിക്സിയൊക്കെ കഴുകി ഒന്ന് കുറച്ച് വെള്ളം ചേർക്കാം, ഒരു ഗ്ലാസ് വെള്ളത്തോളം ചേർത്താൽ മതി. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണുന്നതിനൊപ്പം സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുണ്ടാക്കി നോക്കണം എല്ലാവരും. ഇപ്പം നെത്തോലിയൊക്കെ കിട്ടും, നല്ല ചെറിയ നെത്തോലിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ കറി വെച്ചാൽ നല്ലതാണ് ആ കറി കൂട്ടാൻ. ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നമുക്ക് പാത്രം അടച്ച് വയ്ക്കാം. പെട്ടെന്ന് പാകമാവും, ഒരുപാട് വെള്ളം വെക്കണ്ട, കറിയെല്ലാം വെന്ത് വറ്റി കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് കടുക് വറുത്ത്, ഞാൻ അപ്പുറത്തെ അടുപ്പിലോട്ട് കടുക് വറുത്ത് വെച്ചേക്കാണ്. കടുകും ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഞാൻ വറുത്ത് മാറ്റി വെച്ചേക്കാണ്. അതുകൂടി ഇതിനകത്തോട്ട് ഒഴിക്കാം. കറിയെല്ലാം തയ്യാറായി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. നമുക്ക് ചക്കയുടെ കൂടെയും കിഴങ്ങിൻ്റെ കൂടെ വെച്ച്, കിഴങ്ങൊക്കെ കറി വെച്ച്, ചീനിയൊക്കെ കറി വെച്ച് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണിത്. നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ്, വറ്റിച്ചെടുക്കണം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം.